ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 8085 ആർക്കിടെക്ചറാണ്. അപ്പോൾ 8085 എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറാണ്, ബേസിക് ആർക്കിടെക്ചറാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ആർക്കിടെക്ചർ പറയുന്നതിന് മുൻപ് 8085 കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 8085 8-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. അതായത് 8-ബിറ്റ് ഡേറ്റയാണ് ഇതിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് 64 കിലോബൈറ്റ് മെമ്മറി വരെയുള്ളത് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷനും ഡേറ്റ എടുക്കുമ്പോഴത്തേനും 64 കിലോബൈറ്റ്സ് വരെ അതിന് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. 40 പിൻസാണ് 8085 ഓരോ പിന്നിനും ഓരോ ഫങ്ഷനാലിറ്റിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ താഴോട്ട് പറയുന്നതായിരിക്കും. 5+5 വോൾട്ട് പവർ സപ്ലൈ ആവശ്യമുണ്ട്. പിന്നെ 3 MHz ക്ലോക്കും ആവശ്യമുണ്ട്. താഴെ കൊടുത്തേക്കുന്ന ഈ ഒരു ഇമേജാണ് ആർക്കിടെക്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇത് ഇത്രയും വലിയ ഇമേജ് കണ്ട് പേടിക്കണ്ട. നമുക്ക് ഓരോന്ന് സെക്ഷനായിട്ട് പറഞ്ഞു പോകാനായിട്ട് പറ്റും. ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമുക്ക് ആദ്യമേ ഒരു സെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കാം. ALU, അതായത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ കണ്ടോ 8 ബിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ALU 8 ബിറ്റ് ഡേറ്റേനെയാണ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ALU നോക്കാം. പെർഫോംസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ഓൺ 8 ബിറ്റ് ഡേറ്റ. 8 ബിറ്റ് ഡേറ്റയിൽ ALU പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സൈസും 8 ബിറ്റ് ആയിരിക്കും. പിന്നെ ഈ ALU എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ALUവിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് വരുന്ന 2 ആൾക്കാരോട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അക്യുമുലേറ്ററും ടെമ്പററി രജിസ്റ്ററും. ഇവർ രണ്ടുപേരും എഗെയിൻ 8 ബിറ്റ് ആണ്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്കൊരു അഡീഷൻ ഓപ്പറേഷൻ ചെയ്യണം എന്ന് വിചാരിക്കുക. A+B. ഇതിൽ ഒരു വാല്യൂ എനിക്ക് അക്യുമുലേറ്ററിൽ നിന്നും വേറൊരു വാല്യൂ എനിക്ക് എൻ്റെ ടെമ്പററി രജിസ്റ്ററിൽ നിന്നുമായിരിക്കും വരുന്നത്. സോ ഇത് രണ്ടും 8 ബിറ്റാണ്. 8 ബിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ALU 8 ബിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ALUവിലോട്ട് ഡേറ്റ കൊടുക്കുന്ന ഒരു രജിസ്റ്ററിനെയാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ടെമ്പററി രജിസ്റ്ററും കാൽക്കുലേഷൻസിൻ്റെ സമയത്ത് ഡേറ്റനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ഒരു സംഭവമാണ്. അക്യുമുലേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഇൻറ്റേർണൽ ഡേറ്റ ബസ്സാണ്. ഇൻറ്റേർണൽ ബസ്സും ALUവും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. രജിസ്റ്റേഴ്സ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം ആ ഒരു രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇതിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കതിന് മുൻപ് ആ ഇമേജ് ഒന്ന് റെഫർ ചെയ്യാം അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രജിസ്റ്റേഴ്സാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു രജിസ്റ്ററാണ്. ഓക്കെ, അക്യുമുലേറ്റർ എന്ന് പറയുന്നതും ഒരു രജിസ്റ്ററാണ്. ടെമ്പററി രജിസ്റ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ വി ആർ മോർ ഫോക്കസ്ഡ് ടു ദിസ് ഏരിയ. ഈ ഒരു ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിലോട്ട് വരാം. ആദ്യമേ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എല്ലാം 8 ബിറ്റാണ് ഇതിൻ്റെ വലിപ്പമുള്ളത്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നമുക്ക് വരുന്നത് B, C, D, E, H ആൻഡ് L. ഇനി 16 ബിറ്റ്സ് ആയിട്ട് നമുക്ക് ഇവർ യൂസ് ചെയ്യാം. അതായത് 2 പേരെ കപ്പിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. BCDE HL. അപ്പം BCയും DEയും HLുമായിട്ട്. HL എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് പോയിൻ്ററായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറേജ്, വളരെ ജനറൽ ഒരു സ്റ്റോറേജിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അക്യുമുലേറ്ററിനെ നമ്മളൊരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് ഡേറ്റേനെ നമ്മളിപ്പം COയിലൊക്കെ പഠിച്ചപ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡേറ്റേനെ റിട്രീവ് ചെയ്യാനും റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അക്യുമുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ടെമ്പററി രജിസ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടെമ്പററി ആയിട്ട് ഒരു എക്സിക്യൂഷൻ്റെ സമയത്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെമ്പററി രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത്
പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എഗെയിൻ നമ്മളിപ്പം ഒരു സീക്വൻസിൽ ഒരു ഇൻസ്ട്രക്ഷനെ പോയിൻ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷനാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷനെ പോയിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഉത്തരവാദിത്തം. അപ്പം ഇറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പം ഞാനിപ്പം 1000 എന്ന് പറഞ്ഞൊരു മെമ്മറി സ്പേസിലുള്ള ഒരു ഇൻസ്ട്രക്ഷനെയാണ് ഞാനിവിടെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്ത് 1004 ആയിരിക്കും വാല്യൂ. അതായത് അടുത്ത 1004 അടുത്ത ഇൻസ്ട്രക്ഷൻ ഓക്കെ. അപ്പം അതിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. സോ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യാണ് പ്രോഗ്രാം കൗണ്ടർ. 16 bits വൈഡാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നതും 16 bit ആണ്. സ്റ്റാക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സ്റ്റാക്ക് പോയിൻ്റർ ബേസിക്കലി പുഷിങ്ങിനും പോപ്പിങ്ങിനും നമ്മൾ യൂഷ്വലി സ്റ്റാക്ക് ചെയ്യുന്നത് +1 ആണല്ലേ. +1 -1 ആണ് പുഷിനും പോപ്പിനും ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേനും അത് 2 വെച്ചിട്ടാണ്, അതായത് +2 അല്ലെങ്കിൽ -2 വെച്ചിട്ടാണ് നമ്മൾ പുഷ് പോപ്പ് ഓപ്പറേഷൻസ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. സോ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത് സ്റ്റാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്റ്റാക്ക് ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സ്റ്റാക്ക് എങ്ങനെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോലത്തെ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു ഡയഗ്രം ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ മൾട്ടിപ്ലെക്സർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡേറ്റ ലൈൻസിനെയും ഒറ്റ ഒരു പാത്തായിട്ട് നാരോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിപ്ലെക്സർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടെമ്പററി രജിസ്റ്റേഴ്സ് ഡബ്ല്യുവും സെഡും നമ്മൾ പറഞ്ഞു പോയി. ബി, സി, ഡി, ഇ ആൻഡ് എച്ച് എൽ രജിസ്റ്റേഴ്സ് ഓൾറെഡി പറഞ്ഞു, ജനറൽ പർപ്പസ് ആണ്. അപ്പോൾ ഇതൊക്കെ 8 bits ആണ്. ഓക്കെ, ഇതൊക്കെ 8 bits ആണ്. അപ്പോൾ എനിക്ക് 16 bit സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു കപ്പിളാക്കിയിട്ട് നിർത്താം. അപ്പം 16 bits എനിക്കിവിടെ കിട്ടും. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വരയ്ക്കുമ്പോഴത്തേനും കണ്ടോ 8, 8, 16 ഇതായിട്ടാണ് പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിൻ്ററും കിടക്കുന്നത്. സോ ഇവർ രണ്ടുപേരും 16 bits ആണ്. ഇനി വേറൊരു സംഭവം കൂടെ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാനായിട്ട് സാധിക്കും. രജിസ്റ്റർ സെലക്ട്. ബേസിക്കലി നമുക്കുള്ള രജിസ്റ്റേഴ്സിൽ ഏത് രജിസ്റ്ററിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലാച്ച് അവിടെ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ പറയാത്ത വേറൊരു സംഭവം കൂടിയുണ്ട്. ഇൻക്രിമെൻറ്റർ ഓർ ഡിക്രിമെൻറ്റർ അഡ്രസ് ലാച്ച്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, സ്റ്റാക്ക് പോയിൻ്റർ പുഷ് ചെയ്യുമ്പോഴും പോപ്പ് ചെയ്യുമ്പോഴും ഒരു +or -2 നമ്മൾ ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യണം. സിമിലർലി പ്രോഗ്രാം കൗണ്ടറിന് ഒരു +4 നമ്മൾ ചെയ്യണം. എന്തിനാണ്? അടുത്ത ഇൻസ്ട്രക്ഷൻ റിട്രീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡിക്രിമെൻറ്റിങ് ഒക്കെ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്, ഇൻക്രിമെൻറ്റർ ഓർ ഡിക്രിമെൻറ്റർ അഡ്രസ് ലാച്ച്. സോ അതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനാണ്? ഇപ്പം ഓരോ ഓപ്പറേഷൻസ് വരുമ്പോഴത്തേനും അതിനെ +or - ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു സാധനമായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ 2 പാർട്സ് നോക്കി, ALUവിൻ്റെ സെക്ഷന് നോക്കി, രജിസ്റ്റേഴ്സ് നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ മിസ് ഔട്ട് ചെയ്തൊരു സംഭവമുണ്ട്, ഫ്ലാഗാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8 bit രജിസ്റ്ററാണ്. ഈ 8 ബിറ്റിനകത്ത് 8 bit എന്ന് പറയുമ്പോൾ ഇതുണ്ട് 0, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ അങ്ങനെ 8 ബിറ്റിൻ്റെ ഒരു ഡേറ്റയാണ്. ഇവിടെ 5 1 bit ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ 5 ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഓരോത്തിനും ഓരോ ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് 0th പൊസിഷനിൽ നിന്ന് തുടങ്ങാം. ക്യാരി ഫ്ലാഗ്. നമ്മളിപ്പോൾ ALU യൂസ് ചെയ്തിട്ട് 2 എനെയും ബിനെയും കൂടി നമ്മൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അക്യുമുലേറ്ററിൽ നിന്നുള്ള ഒരു വാല്യൂ നമ്മൾ ടെമ്പററി രജിസ്റ്ററിൽ നിന്നുള്ള ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആഡ് ചെയ്തിട്ട് ബൈ ചാൻസ് ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരീനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാരി ഫ്ലാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടു സ്റ്റോർ ദ ക്യാരി ഓർ ദ ബോറോ ഫ്രം ദി അർത്തമെറ്റിക് ഓർ ദ ലോജിക് ഓപ്പറേഷൻ. ഇവിടെ ഒന്നുമില്ല. അടുത്തത് വരുന്നത് D2ൽ വരുന്നത് P സ്റ്റാൻഡ്സ് ഫോർ പാരിറ്റി ഫ്ലാഗ്. ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ, റിസൾട്ടൻ്റ് ഓഡാണോ ഈവൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പാരിറ്റി ഫ്ലാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ റിസൾട്ട് ഇസ് ഈവൻ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സെറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ദ റിസൾട്ട് ഇസ് ഓഡ്. അടുത്തത്
D4-ലുള്ളത് AC അല്ലെങ്കിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് നമ്മൾ പറയും. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് ഈ ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾക്കൊരു ക്യാരി ഇപ്പം ചെയ്തിട്ട് വീണ്ടും ഒരു 1 more ഡിജിറ്റ് എക്സ്ട്രാ പോയി എന്നുണ്ടെങ്കിൽ അത് ഓക്സിലറി ക്യാരി ഫ്ലാഗിലായിരിക്കും നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. D6-ലുള്ളത് 0 ഫ്ലാഗ്. 0 ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം 0 ഫ്ലാഗ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ടൻറ്റ്, നമ്മൾക്ക് ആ ഒരു അർത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻ ചെയ്ത് കിട്ടിയ റിസൾട്ടൻറ്റ് 0 എന്നുവെച്ചാൽ ആൻസർ 0 ആണെന്നാണ് ഈ ഒരു ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ദ റിസൾട്ട് ഇസ് നോൺ സീറോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് D7-ലുള്ളത് സൈൻ ഫ്ലാഗ് ആണ്. അക്യുമുലേറ്ററിലാണല്ലോ നമ്മുടെ റിസൾട്ട് അവസാനം സ്റ്റോർ ചെയ്യുന്നത്. അക്യുമുലേറ്ററിനകത്തുള്ള ഡേറ്റയുടെ സൈൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് വിൽ ബി സെറ്റ്. എൽസ് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദ സൈൻ ഫ്ലാഗ് വിൽ ബി റീസെറ്റ്. അപ്പം ഏതിനൊക്കെയാണ് സെറ്റ്, റീസെറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്ത നമ്മൾ വിട്ടുപോയിട്ടുള്ള ഏത് സെക്ഷനാണ്? ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡറുമാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് നോക്കാം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് 8-bit രജിസ്റ്ററാണ്. നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതായത് നമ്മൾ മെമ്മറിയിൽ നിന്നും നമ്മൾ ഇൻസ്ട്രക്ഷൻസിന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാനായിട്ട് ഡീകോഡർ യൂസ് ചെയ്താണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുന്നത്. അപ്പം ഇൻസ്ട്രക്ഷൻസിന് ഡീകോഡ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൻ്റെയും ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് 8 bits തന്നെയാണ്. അത് ഈ മെമ്മറിയിൽ നിന്ന് വന്ന ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്.